ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ നമുക്ക് വെറുതെ തനിയെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്ക് വേണ്ടിയൊക്കെ പറയാം. അപ്പോൾ എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു ഇടിവെട്ട് ഐറ്റം തന്നെയാണ് കേട്ടോ. കറുത്തപ്പം എന്നറിയപ്പെടുന്നത് നമ്മുടെ മുത്താറിയപ്പാണ്. ഭയങ്കര സിമ്പിളാണ്. മുത്താറി അരക്കലോ കുതിർക്കലോ അങ്ങനത്തെ ഒരു പണിയും ഇല്ല. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു അടിപൊളി കോംബോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ പീസ് കറിയുടെ കൂടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് പെട്ടെന്ന് മാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതാ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പച്ചവെള്ളം. അപ്പോൾ നമ്മളെടുത്ത് എല്ലാവരുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. നോർമൽ വലുപ്പമുള്ളൊരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ഗ്ലാസ്സിൽ അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലും നമ്മുടെ അപ്പം കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മുത്താറിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുത്താറിപ്പൊടി അല്ലെങ്കിൽ റാഗി പൗഡറിൽ അതാണ് വേണ്ടത്. മിക്കവരും വീട്ടിൽ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുന്നവരായിരിക്കും. ഒന്നിക്കിൽ ആ പൊടി എടുക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതായാലും മതി കേട്ടോ. 2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചോറ്, നോർമൽ വീട്ടിൽ വെക്കുന്ന ഏതരി ഇട്ടതായാലും കുഴപ്പമില്ല, 1/4 കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറയെ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മൾ മാവ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞ പോലെ സെയിം അളവ് തന്നെ എടുക്കണം കേട്ടോ. എങ്കിലും കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല കേട്ടോ, അത് പിന്നീട് നമുക്കിടാം. ഇനിയിപ്പോൾ ഇതാ ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ എന്തായാലും പൊങ്ങാൻ വേണ്ടി വെക്കണം. എങ്കിലും നമുക്ക് ആ മുകളിലുള്ള ആരൊക്കെ കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ടിപ്പും കൂടി ഞാൻ ഇതിൽ പറഞ്ഞു തരാം. അതായത് നമുക്കിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ തണുപ്പുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂറിന് മുകളിൽ മാവ് പൊങ്ങാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊന്നും നമുക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചായപാത്രത്തിൽ ഇത് നന്നായിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബൗൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട്, ഈ മൂടിയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ, അടപ്പിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കന്നെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. ഈ ഒരു ടിപ്പ് ഏറ്റവും നല്ലത്, ഇങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ ചൂടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഇല്ല, പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. 1 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് തന്നെ, ചിലപ്പോൾ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങിക്കിട്ടും. ഞാൻ തണുപ്പുള്ള ഏരിയയും പിന്നെ നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കണം എന്നുള്ള ചേച്ചിമാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് 1 മണിക്കൂറിന് ശേഷം മാവെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മാവ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടില്ല, നല്ല പതഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഒന്ന് പതുക്കെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മാവിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അതിന് മുന്നേ നമ്മൾ ഇത്രയും സമയമായിട്ട് ഉപ്പിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നിക്ക് ഇതുപോലത്തെ ഒരു പാനിൽ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടി എണ്ണ ഇല്ലേ അതിൽ ചുട്ടെടുത്താലും മതി കേട്ടോ, അപ്പം വെള്ളയപ്പം ചുട്ടെടുക്കുന്ന പോലെ. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ അപ്പം മൊത്തത്തിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ 1-2 സ്പൂൺ, എത്രത്തോളം നിങ്ങൾക്ക് അപ്പം തിക്ക് വേണോ അതിനനുസരിച്ചുള്ള മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ കുറച്ചൊരു ബബിൾസ് തെളിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മിനിറ്റ് നേരം, അത്രയേ വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ മുത്താറി പൊടിയാണല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ചുട്ടെടുത്ത് കഴിയുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഓവറായിട്ട് അടുത്ത ചുടുന്ന സമയത്ത് പാൻ ചൂടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഫ്ലെയിം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വീണ്ടും ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ വേവട്ടെ കേട്ടോ.
അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അടുപ്പ് തുറന്ന് നോക്കുമ്പോൾ അപ്പം നോക്കി അടിപൊളിയായിട്ട് റെഡി ആയിട്ടില്ലേ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു കാര്യം, ഇത് നിർബന്ധമുള്ളതല്ല, പക്ഷേ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. നമ്മുടെ നെയ്യില്ലേ, നമ്മുടെ പശുവിൻ നെയ്യ്, മിൽമയോ ആർക്കേജോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു നെയ്യ് കുറച്ചൊന്ന് ബ്രഷിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ലാസ്റ്റ് നമ്മൾ അപ്പം എടുക്കാൻ നേരത്ത് ഒന്നങ്ങ് തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്, നല്ല മണവും നല്ലൊരു ഫ്ലേവറും കിട്ടും. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ ചേർക്കാറുണ്ട്, നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, കറി ഇല്ലാതെ നമുക്ക് തനിയും കഴിക്കാം കേട്ടോ. ഈ ഒരു നെയ്യുടെ ഫ്ലേവറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ചായക്കൊക്കെ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉഷാറപ്പം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കറുത്തപ്പം അല്ലെങ്കിൽ മുത്താറി അപ്പം. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ. നമ്മൾ മുത്താറി പൊതുവേ ഇഷ്ടമില്ലാത്തവർ, മുത്താറി കാച്ചി കുടിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കൂടി ഇതെന്തായാലും കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മുത്താറി അപ്പം മൊത്തത്തിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം എനിക്കൊരു 14-15 എണ്ണോളം കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് അപ്പം കിട്ടും. കാരണം വലിയ സ്പൂണിലൊക്കെ ഒഴിക്കുമ്പോൾ അത്രയല്ലേ കിട്ടുള്ളൂ. എനിക്കൊരു 15ഓളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് കോംബോ ആയിട്ട് നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്റ്റൂവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കറിയും എല്ലാത്തിനും മാച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് കറിക്കാണ് ഇന്ന് കോംബോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ഇട്ടതാണല്ലോ, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ പിണ്ട് കമൻ്റായിട്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോംബോ എന്തായാലും നിങ്ങൾ നാളെ തന്നെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്